ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാഗി ലഡുവാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രാഗി 1 കപ്പ്. ഞങ്ങളിതിൽ എടുത്തിട്ടുള്ളത് രാഗി കടയിൽ നിന്ന് മേടിച്ച് ഉണക്കി പൊടിച്ച രാഗിയാണ്. ഇതിൻ്റെ റെഡിമെയ്ഡ് രാഗി പൗഡറും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. 1 കപ്പ് എന്ന് പറയുന്നത് 250 ഗ്രാമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ശർക്കര 1 കപ്പ്, നെയ്യ് 2 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നിലക്കടല 25 ഗ്രാം, അത് ചെറുതായി പൊടിച്ചതാണ്, വെള്ളം 1/2 കപ്പ്, എള്ള് 1 ടീസ്പൂൺ. ആദ്യം സ്റ്റൗ ഓണാക്കി ഒരു നോൺ സ്റ്റിക്ക് പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് രാഗി, അതായത് 250 ഗ്രാം, ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലിലേക്ക് വരും. ആ സമയം നിങ്ങൾക്ക് അതിലേക്ക് 25 ഗ്രാം നിലക്കടല ചെറുതായി ഒന്ന് പൊടിച്ചത്, എന്നാൽ മൊത്തം പൊടിക്കേണ്ട ആവശ്യമില്ല, അതിൽ ഒരു ഹാഫ് ഭാഗം നിങ്ങൾ പൊടിച്ചതും ഹാഫ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നിങ്ങൾ നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുക. ആ ഒരു റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുമ്പോൾ നിങ്ങൾക്കിതിൽ ലോ ഫ്ലെയിമിലേക്ക് നിങ്ങൾക്ക് മാറ്റി ഇത് സൈഡിൽ വെക്കാം. അതിനുശേഷം വേറൊരു ബേണറിൽ നിങ്ങൾ 1 കപ്പ് ശർക്കര എടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ശർക്കര ഉരുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കട്ടിയോടെ നിങ്ങൾ ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്തിരി ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ശർക്കര, ഈ പാനി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച രാഗി ആ പൊടിയിലേക്ക് നിങ്ങൾക്കിത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായി ഇളക്കി ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് നല്ല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിലായ സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ എള്ള് നമുക്ക് ചേർത്ത് കൊടുക്കാം. എള്ള് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. എന്നിട്ട് നന്നായി ഇളക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾക്ക് എത്തും. ആ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ 1 ടീസ്പൂൺ നെയ്യ് നിങ്ങളുടെ കയ്യിൽ പുരട്ടുക. അല്ലെങ്കിൽ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ചെറിയൊരു കഷ്ണമാക്കി അത് നമ്മുടെ കൈകളിൽ നല്ലപോലെ ഉരുട്ടി ഒരു റൗണ്ട് ഷേപ്പിലാക്കി നമ്മൾ വെക്കണം. ഇത് ചൂടുള്ള സമയത്ത് നിങ്ങൾ ഉരുട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉരുട്ടിയെടുക്കാവൂ. ഇത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. മാത്രവുമല്ല, ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ 1.5 മാസത്തോളം ഇത് നമുക്കൊരു പ്ലാസ്റ്റിക് ജാറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.